ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ട് പിടികിട്ടി ഓപ്പറേഷൻ സിന്ദൂർ. അതായത് അമേരിക്കയുടെ സപ്പോർട്ട് വേണം, ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്തു കഴിഞ്ഞാൽ ഗ്ലോബലായിട്ട് ഐസൊലേറ്റഡായി പോകും, നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല എന്നറിയാം. ഈ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ വെറും ഒരു മാക്രിയ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അയാൾ ഈ പറയുന്ന വിടുവാത്തരം പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അയാളെ കൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തൊന്നുമില്ല. ഈ ഫ്രാൻസ് എവിടെയാണ് നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിരിക്കുന്ന കഴിഞ്ഞ ഈ അടുത്ത കാലത്തോ 10, 25, 30 വർഷമായിട്ട് ഏത് ഗ്ലോബൽ കോൺഫ്ലിക്റ്റാണ് അവർ സോർട്ട് ചെയ്തിരിക്കുന്നത്, റിസൾട്ട് ഉണ്ടാക്കി? അവരെ കൊണ്ട് പറ്റത്തില്ല. ബ്രിട്ടനെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. ഗ്ലോബലായിട്ട് ഏത് രാജ്യത്തെ കൊണ്ടൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും? ഇവിടൊക്കെ അമേരിക്കയുടെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അവരെ ഗ്ലോബൽ പോലീസ് തന്നെ വിളിക്കുന്നത്. അത് ഞാൻ അമേരിക്കൻ പാഷനേറ്റോ അങ്ങനെ ആയതുകൊണ്ടല്ല, അവരുടെ കയ്യിലാണ് ഈ ഗെയിം മുഴുവനിരിക്കുന്നത്. അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിനെ പിണക്കാൻ പറ്റത്തില്ല. പിണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് പോകും. അതുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കൊടുത്തത്, അതായത് അഗ്രികൾച്ചർ മാർക്കറ്റ് ഉൾപ്പെടെ. എന്തുകൊണ്ടാണ് ഇന്ത്യൻ മന്ത്രിമാർക്ക് സ്റ്റേബിളായിട്ട് ഓരോ കാര്യം പറയാൻ പറ്റാത്തത്? ജയശങ്കറിനോട് ചോദിക്കുക, റഷ്യൻ ഓയിലിൻ്റെ കാര്യത്തെപ്പറ്റി ചോദിക്കുക. അദ്ദേഹം പറയുന്ന കൊമേഴ്സ് മിനിസ്റ്ററോട് ചോദിക്കുക.